ജെനുവിനായിട്ട് ഈ വീടിനുള്ളിൽ നിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതെ, തമാശയല്ല, കാര്യമായിട്ട് തന്നെ പറഞ്ഞത്. ജെനുവിനായിട്ട് നിൽക്കുന്നത് ഞാൻ മാത്രമാണെന്നാണ് എൻ്റെ ഒരു മനസ്സിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. നിന്നോട് ആര് പറഞ്ഞു ഈ വിട്ടിത്തം? ഞാൻ ഒന്നാമനാണ്. അയക്കെന്താ പ്രാന്താണ്? അയ്യോ പൊന്നു മോനെ, പ്രാന്തെന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്, ഇത് അതുക്കും മേലെ. നമ്മുടെ ആ ഗെയിം ഇല്ലാതായതിന്റെ കാരണം എന്താണ്? അത്തരം ഒരു പറച്ചിലാണ്. ഓ, ഈ വീട്ടിലെ ഏറ്റവും വലിയ ദുരന്തമാണ് ഇവൻ. ഞാൻ ഒന്നാമത്തെ പൊസിഷനിൽ ഇരിക്കാൻ പോവാണ്. ഞാൻ ഒന്നാം സ്ഥാനത്തിന് അർഹനാണ്. ഞാൻ ഒന്നാം സ്ഥാനത്ത്, എനിക്ക് ഒന്നാം സ്ഥാനം വേണം. ഒന്നാം സ്ഥാനത്തിന് ഞാൻ എന്തുകൊണ്ടും യോഗ്യനാണ്. കൂടുതൽ കളിച്ചാൽ നിന്നെ പിടിച്ച് കഴുത്തിലൊരു കമ്പ് വെച്ച് കെട്ടി തോട്ടിയാക്കി വല്ല മാങ്ങയും പുളിയും പറിക്കാൻ തെറ്റി പിള്ളേർക്ക് കൊടുക്കും. എന്റെ ശരിക്കുള്ള സ്വഭാവം നടക്കുന്നു. ഒരു 10 മിനിറ്റ് മിണ്ടാതിരിക്കാൻ ഞങ്ങൾ എന്താ തരണ്ടേ? ഇപ്പൊ ഈ വീഡിയോ കണ്ടപ്പോ എനിക്ക് തന്നെ എന്റെ ഒരു പ്രവൃത്തിയില് കുറച്ചൊരു അല്ല, അങ്ങനെയാണെങ്കിൽ ഫുൾ ഇത് തന്നെ. നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ എന്തിലറിയപ്പെടണം എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റായിട്ട് മാറാൻ സാധ്യതയുണ്ട്. നീ ഇവിടെ കിടന്ന് നരകിച്ചപ്പോൾ നന്നായി കാണുമെന്ന് കരുതിയത് എന്റെ തെറ്റ്. ചേരിപ്പെടുത്ത് എന്റെ ചെവ് കുറ്റിക്ക് അടിക്കണം. ഇങ്ങനെ തന്നെ പറഞ്ഞിട്ട് ഒരാൾക്ക് ഒരു ഗെയിമിലേക്ക് സക്സസ്ഫുൾ ആയിട്ട് വരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അയ്യോ, അങ്ങനെ വല്ല ഉപകാരം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നല്ലോ കുഞ്ഞെ. ഇത് ചുമ്മാ കന്നുകാലി കരയുന്ന പോലെ മനുഷ്യനെ പേടിപ്പിക്കാനല്ലാതെ യാതൊരു ഗുണവും. ഇതിലൂടെ തന്നെ പോവാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതെന്താ പറയാ, ഞാനാണ് ജെനുവിൻ എന്ന് പറയുന്നത് ഞാനല്ല പറയേണ്ടത്, വേറൊരാളാണ് പറയേണ്ടത്, അല്ലേ? ഞാൻ ഭയങ്കര ആത്മാർത്ഥതയുള്ള ഒരാളാണ് എന്നല്ലല്ലോ പറയേണ്ടത്, മറ്റൊരാളാണ് പറയേണ്ടത്. ആകെ ഒരു മനപ്രയാസമായി അല്ലേ? ഒരു കാര്യം ചെയ്യാം, പോയിട്ട് രാവിലെ വരാം. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറാ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?